ങ്ങളെ നമ്മുടെ കേരളം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരെന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നാം ഓരോരുത്തരും സജീവമായി ഇടപെടൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോക രക്ഷയ്ക്ക് തടസ്സമായിത്തീരുന്ന, പരലോകത്ത് ശാശ്വത പരാജയത്തിലേക്ക് വഴിതെളിയിക്കുന്ന രാഷ്ട്രീയമോ രാഷ്ട്രീയ സ്പിരിറ്റോ മറ്റുള്ളവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമോ വിശ്വാസികളായി നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാവരും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഗൗരവത്തോടെ മനസ്സിരുത്തേണ്ടതാണ്. എന്നാൽ എല്ലാറ്റിനും അകന്ന് നിന്ന് എനിക്കതൊന്നും പറ്റൂല എന്ന നിലക്കുള്ളൊരു നിലപാടൊരു മുസ്ലിമിന് യോജിച്ചതല്ല. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞ കനപ്പെട്ടൊരു വാക്കൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ, ജനങ്ങൾക്കിടയിൽ ഇടപഴകുന്നവനാണ് വിശ്വാസി. പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ വിഷയങ്ങളിലും ഇടപെടുന്നവനാണ് വിശ്വാസി. ഞാൻ എൻ്റെ കുട്ടികളും കുടുംബമായി ഒന്നിലും ഇടപെടാത്ത വിശ്വാസിയല്ല. ആരെക്കാളും റസൂലുള്ളാഹി പറയാൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ, ജനങ്ങളുമായി ഇടപഴകുന്നവൻ. ഖാലത്ത് യുഖാലിത്തു എന്ന ഇഴുകിച്ചേരുന്നവരെന്നാണ്. അവനാണ് ഖൈറായവൻ. വയസ്ബിറു, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഖൈറും മിനല്ലദീ ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു വലാ ദാവു, എല്ലാറ്റിനും മാറി നിൽക്കുന്ന ഒരു വിശ്വാസിയേക്കാൾ ഖൈറായവൻ ആരാ? അവന്റെ സാന്നിധ്യവും അവൻ്റെതായ കഴിവുകളും ഒക്കെ പറ്റുന്ന ഇടങ്ങളിലൊക്കെ തെളിയിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് മഹാനായ റസൂലുള്ളാഹി അറിയിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ ഒരിക്കലും കാരണമായി തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലോകസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ. ആകെ ഒരു വാർഡിൽ ഒരു 100, 1000, 2000 അല്ലെങ്കിൽ 1000, 1500 വോട്ടുകൾ ഉണ്ടാകും. വ്യക്തി കേന്ദ്രീകൃതമാണ്. ഓരോരുത്തരെയും പോസ്റ്റ്മോർട്ടം ചെയ്യൽ കൂടുതലാണ്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചികയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പലപ്പോഴും ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് ഇത് കാരണത്താൽ നമ്മുടെ നന്മകൾ വേറുള്ള ഒരാൾ കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ ഖുതുബ പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ആലോചിക്കുക. ഈ വിഷയത്തിൽ വോട്ട് ചെയ്യണം, ഇടപെടണം, എല്ലാം ചെയ്യണം. എന്നാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന ഒന്നും ഉണ്ടാവരുത്. അല്ലേ? കുറെ നന്മകൾ ചെയ്തിട്ട് പരലോകത്ത് പരാജിതരാകുന്നതിനെ പറ്റി ഖുർആൻ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലെ? നമുക്കൊക്കെ പരിചയമുള്ള ആയത്തുകളിൽ ഞാൻ നിങ്ങൾക്ക് നബിയോട് പറയൂ പ്രവാചകരെ, കർമ്മങ്ങൾ ഫലശൂന്യമാകുന്നവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ്. എന്താണത്? കുറെ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ കർമ്മങ്ങൾ ഫലശൂന്യമായി തീരും, പരലോകത്തെത്തുമ്പോ ലക്ഷ്യത്തിലേക്ക് എത്തൂലാതാണ്. ഐഹിക ലോകത്ത് അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, കുറെ നന്മകൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ശ്രദ്ധയില്ലായി കൊണ്ട് കുറെ നന്മകൾ ഇല്ലാതെയായി പോകുന്നു. വല്ലാത്തൊരായത്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ അത്. നമ്മുടെ പ്രവർത്തനങ്ങളാൽ, നമ്മുടെ സംസാരങ്ങളാൽ, നമ്മുടെ ഇടപെടലുകളാൽ മറ്റുള്ളവരെ നമ്മൾ കൊത്തി നോവിച്ചതിനാൽ, വേദനിപ്പിച്ചതിനാൽ നമ്മുടെ സുഹൃതങ്ങൾ മറ്റുള്ളവർക്ക് വരവ് വെച്ച് അവിടെ തിന്മകൾ നമ്മിലേക്ക് വരവ് വെക്കുന്നൊരവസ്ഥ. നമ്മുടെ നന്മകൾ അങ്ങോട്ട് വെച്ച് അവിടെ തിന്മകൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നൊരവസ്ഥ ഭയപ്പാടോടുകൂടി കേൾക്കേണ്ട റസൂലുള്ളാഹിന്റെ വാക്കാണ്. അങ്ങനെ ഉണ്ടാവുന്ന റസൂലുള്ളാഹി പറയാം. അതാണ് പരലോകത്തെത്തിയിട്ട് പ്രതീക്ഷയോടെ കടഞ്ഞു നിരാശരാകുന്നവർ. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. പ്രതീക്ഷയോടെ കടന്നു ചെല്ലുന്നവർ സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കടന്നു ചെന്ന് നരകത്തിലേക്ക് മാറ്റപ്പെടുന്ന നിർഭാഗ്യവാന്മാരെ പറ്റിയാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച പലപ്പോഴും നമ്മൾ ഓതിക്കേൾക്കുന്ന ആയത്തുണ്ടല്ലോ, ചില മുഖങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നവയാണ്. ചില മുഖങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നവ. എവിടെ? പരലോകത്തെത്തുമ്പോ ചില ആളുകൾ സന്തോഷത്തിന്റെ ആളുകളാണ്, മുഖപ്രസന്നതയുണ്ട്, അവർക്ക് മുഖത്തിന് തെളിച്ചമുണ്ട്, റാഹത്തായ ആളുകൾ അവിടെയുണ്ട്. എന്നാൽ ചില മുഖങ്ങളാരാ? ഖാശിആ, പേടിച്ച് വിറകൊള്ളുന്നവരാണ്. ആരാണവർ? ആമിലത്തുൻ നാസിബ, അത്യധ്വാനം ചെയ്തിട്ടുണ്ടവർ, സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആമില നാസിബ എന്ന് പറഞ്ഞാൽ നന്മകൾ ധാരാളം ചെയ്ത് ക്ഷീണിച്ചവരാണവർ.
നല്ലോണം പണിയെടുത്തിട്ട് ക്ഷീണിച്ചവര് പറഞ്ഞ സ്വർഗത്തേക്ക് മാറ്റപ്പെടും എന്നല്ലേ നമ്മൾ വിചാരിക്കണത്. എന്നാൽ അല്ലാഹു പറയുന്നു തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ നിന്ന് അവർ കുടിക്കാൻ നൽകപ്പെടും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, എന്നിട്ട് നരകത്തിന്റെ ഭയാനകതയാണ് തൊട്ടടുത്ത വചനങ്ങളോട് റഹ്മാനായ റബ്ബ് നമ്മെ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ വിശ്വാസികളെ, ഞാനും നിങ്ങൾ നമ്മളെ വിലയിരുത്തണം. നമ്മുടെ നന്മകളാകെ കൂടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രയാണെന്ന് ഓരോരുത്തരും വിലയിരുത്തും. മുൻകഴിഞ്ഞ സ്വഹാബത്ത് പ്രവാചകന്മാർ അവരൊക്കെ ഈ നന്മയുടെ കാര്യത്തിൽ കുതിച്ചോട്ടം നടത്തിയവരാണ്. നന്മകളുടെ കൂമ്പാരങ്ങളുമായി റബ്ബിന്റെ മുന്നിലേക്ക് എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ചവരാണ്. സ്വർഗുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ എത്ര മഹാൻഭാഗാനായ സ്വഹാബത്താണ്. ഓല പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിലെ വിശുദ്ധി. കാരണം നീ സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞവർ എത്ര വലിയ ഉയർച്ചയിലാണവർ. വിശ്വാസികളെ, നമ്മുടെ കൈകളിലെ നന്മകൾ കുറവാണ്. ആ ചെയ്ത കർമ്മങ്ങൾ തന്നെയും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ കൊണ്ടുപോകുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഉണ്ടെന്നല്ലേ ഖുർആൻ പറയുക, പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിച്ചു. വിശ്വാസികളെ, ഗൗരവത്തോടെ ഈ തിരുവചനം റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ കേട്ടോ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ തിരുമേനി പറയുകയാണ്, സ്വഹാബത്തിനോട് ചോദിക്കുന്നു, തദറൂന മനിൽ മുഫ്ലിസ്, പാപ്പരായവൻ ആരാണെന്നറിയുമോ? പാപ്പരായവൻ, മുഫ്ലിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തൊലഞ്ഞവൻ. പാപ്പരായവൻ ആരാണെന്നറിയുമോ? സ്വഹാബാ കിറാം പറഞ്ഞു, നബിയൽ മുഫ്ലിസു മിൻ ഉമ്മത്തി. പ്രവാചകൻ തിരുമേനിയോട് സഹാബത്ത് പറഞ്ഞാൽ മുഫ്ലിസു മല്ലാ ദിർഹമ വലാ മതാ. നബിയെ, തൊലഞ്ഞവൻ ഞങ്ങളുടെ ദൃഷ്ടിയിലാരാ? പൈസ ഇല്ലാത്തവനാണ്, ചരക്കില്ലാത്തവനാണ്, കയ്യൊന്നുമില്ലാത്തവനല്ലേ തൊലഞ്ഞവൻ എന്ന് റസൂലുള്ളാഹിനോട് സഹാബത്ത് അവരുടെ പരിചിതമായ അറിവ് കൊണ്ട് അങ്ങനെ പറഞ്ഞു. വലിയൊരാശയം അവരെ കേൾപ്പിക്കാനാണ് പ്രവാചകൻ ആ ചോദ്യം ചോദിച്ചത്. തൊലഞ്ഞവൻ ആരാണെന്നറിയുമോ? ആ സഹാബത്ത് പറഞ്ഞു, ഇന്നിന്ന ആളുകളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ല കൂട്ടരെ, പൈസ കയ്യിലില്ലാത്തവനല്ല തൊലഞ്ഞവൻ, ചരക്കില്ലാത്തവനല്ല തൊലഞ്ഞവൻ. ഹബീബായ പ്രവാചകൻ തിരുമേനി പറയുന്നു, അൽ മുഫ്ലിസ് ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ തൊലഞ്ഞവരാനാണെന്നോ? മല്ലമൽ യതി യൗമൽ ഖിയാമ. ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, പരലോകത്ത് വരുന്നൊരു സുഹൃത്താണ്. എന്തുമായി വരുന്നവൻ? ബിസ്സലാ വസിയാം വസക്കാ, നിസ്കാരവുമായി കടന്നു വരുന്നവനാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തറസൂലിന്റെ വാക്കാണ് എന്റെ മുഅ്മിനീങ്ങളെ. ഇത് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കാണ്. ഞാനും നിങ്ങളും പരലോകത്ത് വിജയികളാകണമെന്ന് നമ്മേക്കാളും കൊതിച്ച മുത്തറസൂലിന്റെ വാക്കാണ്. നബി പറയുന്നു, നിസ്കാരമായി വരുന്നവൻ, നോമ്പുമായി വരുന്നവൻ, സക്കാത്തുമായി വരുന്നവൻ, ഹജ്ജുമായി വരുന്നവൻ, ഇവനാണ് നാളെ പരലോകത്ത് പരാജിതൻ. നമ്മുടെ ദൃഷ്ടിയിൽ എന്താ? ഹജ്ജ് ചെയ്തവൻ സ്വർഗത്തിൽ, കൃത്യമായി നോമ്പ് നോക്കുന്നവൻ റയ്യാൻ കവാടത്തിൽ, കൃത്യമായി നമസ്കരിക്കുന്നവൻ സ്വർഗപ്രവേശത്തിന് അർഹരാകുത്തീരുമെന്നല്ലേ നമ്മുടേതായ നിലപാട്. എങ്ങനെയാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു, അവനാണ് തൊലഞ്ഞവൻ. എന്നാൽ റസൂലുള്ളാഹി പറയും, ഇങ്ങനെയൊക്കെ കർമ്മങ്ങളുമായിട്ട് എത്തിയോന്റെ സ്വഭാവം എന്താ? ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, പ്രവാചകൻ തിരുമേനി പറയുന്നു, അവനാരാ? ഇതൊക്കെ അവന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവൻ പലരെയും തെറി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഓരോരുത്തരും ശത്തമ എന്ന വാക്കിന്റെ അർത്ഥം തെറി പറഞ്ഞവനാണ്, അനാവശ്യം പറഞ്ഞവനാണ്. തമ്മിൽ പിണങ്ങിയാൽ തെറി പറയുന്നവൻ, അനാവശ്യം പറയുന്നവൻ. നമ്മുടെ നാവിൽ നിന്ന് മുഅ്മിനീങ്ങളെ നല്ലതേ വരാൻ പാടൂ. വേണ്ടാത്ത സംസാരം നാവിൽ നിന്ന് വരാൻ പാടില്ല. ഒരു വിശ്വാസി നല്ലതേ സംസാരിക്കാൻ പാടൂ. ഈമാനുള്ള മുഅ്മിനേ, നിന്റെ നാവിൽ നിന്ന് വേണ്ടാത്തരം വന്നാൽ എത്ര മോശകരമാണ്. റസൂലുള്ളാഹി പറയാൻ, നിസ്കരിക്കുന്നു, അനാവശ്യം പറയുന്നു, വേണ്ടാത്തരം പറയുന്നു, തൊള്ളി തുണിയത് പറയില്ലേ, പച്ചപ്പുറത്ത് മോശമായ വാക്കുകൾ സംസാരിക്കുന്നു. വിശദമാക്കേണ്ട വാക്കാണത്. നിർത്തിയിൽ റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, വഖദ് ഫഹാദാ. മറ്റൊരുത്തനാരാ? വിശ്വാസികളെ പറ്റി വ്യഭിചാരോപണം നടത്തിയവനാണ്. ഖദ് ഫഹദാ എന്ന് പറഞ്ഞാൽ വ്യഭിചാരോപണം നടത്തിയവരും. വിശ്വാസികളെ, വല്ലാത്തൊരു മനസ്സിരുത്തേണ്ട വാക്കാണത്, വല്ലാത്ത മനസ്സിരുത്തേണ്ട വാക്കാണത്. മഹാപാപങ്ങളിൽ മഹാനായ പ്രവാചകൻ തിരുമേനി എണ്ണിയതും തന്നെയാണ് ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. പരിശുദ്ധരായ ആണുങ്ങളെ പറ്റി, പരിശുദ്ധകളായ സ്ത്രീകളെ പറ്റി പ്രിയപ്പെട്ടവരെ തെളിവുകളോ കൃത്യമായി സാക്ഷികളോ ഇല്ലാതെ വ്യഭിചാരോപണം പറയുന്നവർ നാളെ പരലോകത്ത് മുഫ്ലിസാണെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു.
ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ. ഇഹത്തിലും അവർ പരാജിതരാണ്, പരലോകത്താകട്ടെ വലഹും അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ എത്തിപ്പെടുമെന്നാണ്. വിശ്വാസികളെ, വളരെ മനസ്സിലാക്കേണ്ട വാക്കുകളാണത്. എല്ലാറ്റിലും നമ്മൾ ശ്രദ്ധ പുലർത്തണം. നമ്മുടെ ജീവിതത്തിന്റെ സകല ചലനങ്ങളിലും സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ സുഹൃത്തേ, നാളെ പരലോകത്ത് നമ്മൾ ഹിസിയിലേക്ക് അകപ്പെടും, എത്തിപ്പെടും എന്ന് നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി പറയാ, ഒരാൾ വന്നത് എങ്ങനെ മറ്റവനെ തോണ്ടിയതും അനാവശ്യങ്ങളും നെറികേടുകളും അവൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരുത്തനാരാ? മറ്റൊരുത്തനെ പറ്റി വ്യഭിചാരാരോപണം പറഞ്ഞു പരത്തിയവനാണ്. മറ്റൊരുത്തനോ വസഫഖഹാദാ, രക്തം ചിന്തിയവനാണവൻ. അല്ലെ, രക്തം ചിന്തിയവൻ വല്ലാത്തൊരു വാക്കല്ലേ അത്. ഒരു മനുഷ്യന്റെ അഭിമാനത്തിനും രക്തത്തിനും സുഹൃത്തെ പരിശുദ്ധ കഅബയ്ക്ക് എത്രമാത്രം പവിത്രതയുണ്ടോ അത്രയും പവിത്രത കൽപ്പിക്കേണ്ടവനാണ്. എന്തിന്? നാവ് കൊണ്ട് വേദനിപ്പിച്ചാ പോരെ, പിന്നല്ലേ കത്തി കൊണ്ട് കുത്ത്. നാവ് കൊണ്ട് വേദനിപ്പിച്ചാതെന്നോ ഇസ്ലാമിന്റെ പുറത്താണ്, മുസ്ലിം ആകൂല. നാവ് കൊണ്ടൊരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ, ഈ ഖുത്ബ കേൾക്കുന്നവരെ, നമ്മുടെ നാവ് കൊണ്ട് വേദനിക്കുന്നവരാരെങ്കിലും ഈ ഭൂലോകത്തുണ്ടെങ്കിൽ, അറിവിലുണ്ടെങ്കിൽ, പരിചയത്തിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, അയൽപ്പക്കങ്ങളിലുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ കൃത്യതയിലേക്ക് ഞാനും നിങ്ങളും എത്തിയിട്ടില്ലെന്നാണും പെണ്ണും മനസ്സിലാക്കിക്കോ. ആരാ യഥാർത്ഥ മുസൽമാൻ? അൽ മുസ്ലിമു, പ്രവാചകൻ തിരുമേനി പറയുന്നു, അൽ മുസ്ലിമു അൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മളെ കൊണ്ട് വിഷമിക്കുന്നവരാരും ഈ ഭൂമി ലോകത്ത് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടല്ലേ കൊത്തിക്കൊല്ലല്, എന്നിട്ടല്ലേ മറ്റവനെ വധിക്കല്. വല്ലാത്തൊരു വാക്കല്ല എന്റെ മുഅ്മിനീങ്ങളെ. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, ഇങ്ങനെ മറ്റവനെ കുത്തി നോവിച്ച്, മറ്റൊരുത്തനെ വ്യഭിചാരാരോപണം പറഞ്ഞു പരത്തി, മറ്റൊരുത്തനെ വേദനിപ്പിച്ച്, അങ്ങനെ കുറെ നന്മകൾ അവന്റെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, പരലോകത്തെത്തുമ്പോൾ അവൻ പാപനാകുന്നവൻ എങ്ങനെയാണെന്നോ, ഫയൂതി ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി. ഓന്റെ ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂലി, നോമ്പ് നോറ്റതിന്റെ കൂലി, ഹജ്ജ് ചെയ്തതിന്റെ കൂലി, ഈ ഇതൊന്നും ചെയ്യാത്തവന്റെ റെക്കോർഡിലേക്കാണ് മാറ്റും. അല്ലേ, ജുമാക്ക് വന്നില്ല നിങ്ങള്? അല്ലേ, ഇന്ന് സുബഹിക്ക് ജമാഅത്തിന് വന്നില്ലേ നിങ്ങൾ? ഇന്ന് നന്മകൾ പലതും ചെയ്തില്ലേ ഈ സമയമായപ്പോഴേക്കുന്നു? അതൊക്കെ മറ്റവന്റെ എടുത്തു വെക്കും. എന്നിട്ടോ ഒക്കെ എടുത്തു വെക്കും. ആര് നമ്മളെ പറ്റി എന്ത് പറഞ്ഞാലും സുഹൃത്തെ, നമ്മൾ മൗനം ദീക്ഷിച്ചാൽ കുറെ നന്മകൾ ഇങ്ങോട്ട് തിരികെ വരും. അവസാനം കുറെ നന്മ അവന്റെ എടുത്തു വെച്ചിട്ട് അവന്റെതൊക്കെ കഴിഞ്ഞ അവന്റെ തിന്മ വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അവന്റെ തിന്മ, വിശ്വാസികളെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ മനുഷ്യന്റെ നന്മയുടെ പട്ടികയിൽ ഒരു നന്മയും ഇല്ലാതെയായിത്തീരുന്നു. അവൻ ചെയ്ത തിന്മകളും മറ്റൊരുത്തന്റെ തിന്മകളൊക്കെയും ഇതിലേക്ക് വരവെക്കുകയാണ്. ആ ഹദീസ് അവസാനിപ്പിക്കണം എങ്ങനെയാണെന്നോ, റസൂലുള്ളാഹി പറയുന്നു, സുമ്മ തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുമെന്നാണ്. ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, ഗൗരവത്തോടെ കാര്യങ്ങളെ കണ്ടോ. നമ്മുടെ നന്മകൾ നമ്മളാൽ നശിപ്പിച്ചു പോകുന്ന വിഷമകരമായ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നാവ് അപകടകാരിയാണ്. ഇത് വല്ലാത്തൊരു അനുഗ്രഹ സംസാരശേഷി എന്നുള്ളത്. അത് മനുഷ്യൻ അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. പക്ഷെ ഇത് നമ്മളെ ഇഹത്തിലും പരത്തിലും പരാജയപ്പെടുത്തും. ആലോചിച്ച് പരാജയപ്പെടുത്തും. നമ്മളെ തകർത്തിക്കളയും നമ്മുടെ നാവ്. അല്ലേ, ഉയർച്ചയുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ ഈ നാവ് മതി. അസ്ഫല സാഫിലീൻ, അധമരിൽ അധമരാകാനും നാവ് മതി. അബൂലഹബ് എന്ന വ്യക്തിത്വം വിശ്വാസികളെ ശപിക്കപ്പെട്ടവനായത് എന്തുകൊണ്ടാണ്? ഖിയാമത്ത് നാൾ വരേക്കും പരിശുദ്ധ ഖുർആൻ ശപിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അബൂലഹബ്. മുത്തറസൂലിന്റെ പിതൃവ്യനല്ലേ അബൂലഹബ്. വിശ്വാസികളെ, നാളെ പരലോകത്ത് ഈ അബൂലഹബിന്റെ ഇടം എവിടെയാണെന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഖുർആന്റെ ആയത്ത്. പരലോകത്തെത്തിയിട്ട് അവന്റെ അവസ്ഥ എന്താന്നുള്ളത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കേൾക്കാൻ നിർഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ് അബൂലഹബ്. എന്തുകൊണ്ടാ? നാവിന്റെ പ്രശ്നം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിൽ 1-ാം തീയതി തന്നെ കല്ലുകടിയിട്ട പ്രയാസപ്പെടുത്തിയ അബൂലഹബ്. വിശ്വാസികളെ, ഖുർആൻ ആയത്തിറങ്ങിയില്ലേ, തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ്, നശിക്കട്ടെ, അവൻ തകർന്നരിഞ്ഞു പോകട്ടെ. അവനും തകരും, അവന്റെ കുടുംബം നശിക്കും, അവന്റെ മക്കൾ അവന് ഗുണം ചെയ്യില്ല. ഇനി നാളെ പരലോകത്തോ നാളെ പരലോകത്ത് അബൂലഹബയുടെ ആ നരകത്തിൽ കരിഞ്ഞമർന്നുകൊണ്ടേയിരിക്കും. എന്തേ? നാവ് അപകടകാരിയാണ്, ശ്രദ്ധിച്ചോളി. മഹാനായ റസൂലുള്ളാഹിന്റെ സഹാബി എന്ന് ചോദിക്കാം, നജാതി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും?
എനിക്ക് രക്ഷ കിട്ടാൻ, സ്വർഗം കിട്ടാൻ, അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇടം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ മഹാനായ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, അംസിക അലൈക ലിസാനക, എടോ നിന്റെ നാവിന് നീ കടിഞ്ഞാണിടണം. വല്ലാത്തൊരു വാക്കല്ലേ അത്. ഒരു ഖുത്ബ മാത്രം പറയേണ്ട ഒരു വാക്കാണ് അംസിക അലൈക ലിസാനക. നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ, അതിനെ നീ വെറുതെ വിടല്ല. ശ്രദ്ധയില്ലാതെ നാവിനെ നീ ഫ്രീ ആക്കി വിടല്ല. ഹബീബായ പ്രവാചകന്റെ വല്ലാത്തൊരു വാക്കാണ് അംസിക അലൈക ലിസാനക. നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ, നിനക്ക് രക്ഷയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി പറയുന്നു. വിശ്വാസികളെ, എത്ര ഗൗരവമായ ഒരു വാക്കാണത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി, നമ്മുടെ നാവിനെ നല്ല ശ്രദ്ധിച്ചോ. ഇമാം പല സ്വഹാബത്തും ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോ, ഈ ഹദീസിന്റെ വിശദീകരണം പറഞ്ഞപ്പോ അല്ലേ, നാവ് തന്നെയാണ് ആഫാത്തുൽ ലിസാൻ, വലിയ അപകടകരമാണെന്ന് അവരൊക്കെ തന്നെ സമർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, അംസിക അലൈക ലിസാനക, അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം റെക്കോർഡാകുന്നു എന്നതാണ് നമുക്കൊരു ഭയപ്പാടുണ്ടാകേണ്ടത്. അതാണ് ഏറ്റവും പ്രശ്നം. എന്നാൽ ജീവിതം സംശുദ്ധമാകും. റെക്കോർഡിങ് നടക്കുന്നു. ഈ ഒരു ബോധത്തിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഉയർന്നു വന്നാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകും. എല്ലാം കറക്റ്റ് റെക്കോർഡാകുക, എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു. കുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. ലാത്തരായത്തല്ലെന്റെ മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്ത് പടച്ചുറപ്പിന്റെ തിരുസന്നിധിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ 55 കൊല്ലം നീ ജീവിച്ചോ റെക്കോർഡുമായിട്ടാണ് നീ കടന്നു ചെല്ലുന്നത്. 75 കൊല്ലം നീ ജീവിച്ചോ, നീ ചെയ്ത നന്മകളുടെ തിന്മകളുടെ റെക്കോർഡുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. കുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജ ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഈ ആയത്തൊക്കെ ഭയപ്പാടോടുകൂടിയല്ലാതെ, വേദനയോടുകൂടിയല്ലാതെ മുഅ്മിനത്തെ നമുക്ക് ഓതാൻ സാധ്യമല്ല. പരലോകമാണ് ഈ ആയത്തിൽ. ഖബറിൽ നിന്ന് ഞാനും നിങ്ങളും ഉണർന്നേറ്റ് വരുമ്പോ ഉയർത്തെഴുന്നേൽപ്പിനാൽ സിത്താവിന്റെ മുന്നിലേക്ക് വെറും കയ്യോടെയല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ കടന്നു ചെല്ലുന്നത്. 65 കൊല്ലം ജീവിച്ച രേഖയുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. റെക്കോർഡുമായി റബ്ബിന്റെ മുന്നിലേക്ക് നമ്മൾ എത്തുമ്പോ അവിടെ എങ്ങനെയാണ് വിചാരണയെന്നോ, എന്റെ ഹിസാബ് ഞാൻ തന്നെയാണ് നടത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിചാരണ സ്വന്തം നിലക്കാണ് നടത്തുന്നത്. എന്റെ റെക്കോർഡിന്റെ മുന്നിൽ നിരത്തി വെച്ച് റബ്ബെന്നോട് പറയും, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. വായിക്കടോ നിന്റെ കിതാബ്. പിന്നെ ആർക്കാ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക? എന്നോട് പറയാം, വായിച്ചോക്ക്. നമ്മുടെ റെക്കോർഡിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്ന രംഗം, നിന്നെ വിചാരണ നടത്താൻ എന്നെ ആവശ്യമേ ഇല്ല, നീ തന്നെ മതി. ആ ഒരു രംഗത്തെ പറ്റുന്ന ആലോചിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ. ശ്രദ്ധിച്ചോ, സൂക്ഷ്മതയോടെ ജീവിച്ചോ, അള്ളാഹനെ ഭയന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കോ. അല്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരും. ഈ രേഖ കാണുമ്പോ ബേജാറായിട്ട് കാര്യമുണ്ടോ? വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. ചില ആളുകളൊക്കെ ഇതിലേക്ക് നോക്കിക്കൊണ്ട് ബേജാറാകുമെന്ന് ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിക്കുന്നു. അസമയത്ത് റഹ്മാനായ റബ്ബ് നൽകുന്ന മറുപടി എന്താണെന്നോ, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. ഇത് സത്യത്തിന്റെ രേഖയാണ്. ഇത് സത്യം മാത്രം പറയുന്ന രേഖയാണ്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. നിങ്ങൾ ചെയ്തതെല്ലാം നാം കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, എന്തൊരു വാക്കാണത്. ഇന്നാ കുന്നാ നസ്തൻസിഖു. ഈ ഖുത്ബ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെങ്ങനെ കറക്റ്റ് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തേ, നമ്മുടെ മനസ്സവൻ വായിക്കുന്നു. നമ്മുടെ ചെയ്തികളെല്ലാം അള്ള ചുമതലയേൽപ്പിക്കപ്പെട്ട അനുസരണം മാത്രം പ്രകൃതമുള്ള, ക്ഷീണം സംഭവിക്കാത്ത, അതുപോലെ തന്നെ തളച്ചു വരാത്ത, മടി വരാത്ത റഹ്മാനായ റബ്ബിന്റെ ഉൾക്കിട്ട സൃഷ്ടികളായ മലക്കുകളെയാണ് റെക്കോർഡിംഗ് സിസ്റ്റത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകം നഷ്ടപ്പെടരുത്. ഞാൻ ഒതുക്കേൽപ്പിച്ച ആയത്തിലേക്ക് വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്താ അള്ളാഹിനെ സൂക്ഷിക്കണേ? ഖത്തീബ് ഇമ്പൽ കയറി തഖ്വ. എവിടെയും തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്താ തഖ്വ? അള്ളാഹിനെ പേടി ജീവിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബ് എന്നെ കാണുന്നു, അവൻ എന്നെ നിരീക്ഷിക്കുന്നു, എന്റെ വർത്തമാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, എന്റെ രഹസ്യം അറിയുന്നു, എന്റെ പരസ്യം അറിയുന്നു, എന്റെ മനസ്സ് വായിക്കാനുള്ളത് പോലും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നത് പോലും അറിയുന്ന റബ്ബ്. ഇങ്ങനത്തെ റബ്ബിനെ മനസ്സ് കണ്ടോക്കാണ്.
നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകത്തുള്ളത് അറിയുന്നവൻ, അതിനനുസരിച്ച് കൊണ്ട് ഹിസാബ് നടത്തുന്നവൻ, അങ്ങനത്തെ റബ്ബിനെ സൂക്ഷിച്ചോ. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. എന്താ സദീദ് എന്ന വാക്കിന്റെ അർത്ഥം? നല്ല വാക്കുകൾ സംസാരിക്കണം. ഒരു വാക്ക് പറയുമ്പോ അത് അവന് കൊള്ളണം, അവന് വേദനിക്കണം, അവന്റെ മനസ്സ് വേദനിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പറയല്ല. സദീദായ വാക്ക് നീ സംസാരിക്കാവോ? ഖൂലൂ, അതാണ് തഖ്വല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. നല്ല വാക്കുകൾ സംസാരിക്കണം. വിശ്വാസികളെ, വലിയ അർത്ഥ താല്പര്യമുള്ള ഖുർആനിന്റെ സൂക്തമാണത്, സദീദായ വാക്ക്. മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ കാലത്ത് ഒരു സഹാബി ഇബ്ബാൻ ഇബ്നു മാലിക് ദുഖ്ശനി റളിയല്ലാഹു അൻഹു, മദീനത്തൊരു സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ എത്തി. ഒരു ചെറിയൊരു നമസ്കാരക്കാൻ ഒരു ചെറിയ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. കണ്ണില്ലാത്തൊരു സഹാബിയാണ് ഇബ്ബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു നിസ്കരിക്കാൻ സൗകര്യം, പിന്നെ നബിനോട് അങ്ങോട്ട് നിസ്കരിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി അവിടെ ചെന്നു. അങ്ങനെ നബി ഇങ്ങനെ ചോദിച്ചപ്പോ ഇബ്ബാൻ, എന്റെ വാപ്പ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ വാപ്പാനെ പറ്റി ആ സഹാബി പറഞ്ഞ വാക്ക് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബിയോട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഒപ്പം മുനാഫിക്കാണ് നബി എന്ന് പറഞ്ഞു. അന്നെന്താ വാപ്പ അവിടുത്തെ മുനാഫിക്കങ്ങളും ടീമിന്റെ കൂടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെതിരെയും ഇസ്ലാമിനെതിരെയും എല്ലാവിധ പണിയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു, പനക്ക് വിളിച്ചിട്ടുണ്ട്, ഇന്നഹു മുനാഫിഖ്, നിഫാഖിന്റെ ആളാണ് എന്റെ ഉപ്പ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ട മാത്രമേ റസൂൽ പറഞ്ഞു, വലാ തഖുൽ ഖദാലിക ഇബ്ബാൻ, അങ്ങനത്തെ ഒരു വാക്ക് നീ നടത്തല്ല, അങ്ങനത്തെ ഒരു പദപ്രയോഗം നീ നടത്തല്ല. അലാ തറാഹു ഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചൊരു വ്യക്തിയല്ലേ, ഉൾക്കൊണ്ടൊരു വ്യക്തിയല്ലേ. നിഫാഖൊക്കെ ഉണ്ടോന്ന് അള്ളാഹ് തീരുമാനിച്ചോട്ടെ. മഹാനായ പ്രവാചകൻ തിരുമേനി പറയാണ്, അങ്ങനെ പറയല്ലേ നീ, അതൊക്കെ അള്ളാഹിന്റെ കോടതിയിലേക്ക് വിടും നീ. മഹാനായ റസൂലുള്ളാഹി സാന്ദർഭികമായി ഇടപെടുകയാണ്. വിശ്വാസികളെ, സദീദായ വാക്കും സദീദായ സംസാരവും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടും. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. ഏറ്റവും നല്ല വാക്ക് പറയുക. സംസാരത്തിൽ ഏറ്റവും നല്ല സംസാരം പ്രിയപ്പെട്ടവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളാണ്, ദീനിന്റെ വർത്തമാനങ്ങളാണ്. ഈ ഇരിക്കണ ഞാനും നിങ്ങൾ നേരം എടുത്ത് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ പറയണം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനം, അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുന്ന വർത്തമാനം. വിശ്വാസികൾ അതിലേറെ നല്ല വാക്കുകൾ സംസാരിക്കുന്നവരില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മളെ പരലോകം പ്രധാനമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തരുത്. ബുദ്ധിയുള്ളവർ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണിത്. നമ്മുടെ പരലോകം നമുക്ക് പ്രശ്നമാണ്. കാരണം എന്തായാലും നമ്മുടെ കൂടെയില്ല. തനിച്ചാണ് ലോകത്ത് വന്ന് തനിച്ച് യാത്രയാകണം. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ, ഒരാളും ഒരാൾക്ക് ഉപകരിക്കാത്തൊരു ലോകം. ഇവിടെ നമുക്ക് പലരുമുണ്ട് സുഹൃത്തുക്കളെ, പല ബന്ധങ്ങളുണ്ട്. പക്ഷേ പരലോകത്ത് തനിച്ചുള്ള യാത്രയിൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂട്ടിനുണ്ടാവുകയുള്ളൂ. അതാണ് നമ്മുടെ മനസ്സിൽ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ ഒന്നും നമ്മുടെ പരലോകം നഷ്ടമാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ വിജയികളാകാനുള്ള പരിശ്രമങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്ന മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നു പോലെ നിങ്ങളെ ഉണർത്തുകയാണ്. വിശ്വാസികളെ, പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പരലോക രക്ഷയ്ക്ക് തടസ്സമാകുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്നതാണ് ചുരുക്കി പറഞ്ഞത്. ഈ വിഷയവുമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്താൻ. സ്വഹാബത്ത് യാ മഅ്ശറ മൻ അസ്ലം ബിലിസാനിഹി വലം യദ്ഖുൽ ഈമാന ഖൽബുഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാം, നാവ് കൊണ്ട് വിശ്വാസികളാവുക, ഈമാൻ മനസ്സ് കടക്കാത്ത ആളുകളെ എന്ന് നബി വിളിക്കാം. ഈമാന്റെ കൃത്യതയിലേക്ക് വരാത്ത ആളുകൾ റസൂലുള്ളാഹി ഉണർത്താൻ. നിങ്ങൾ വിശ്വാസികളെ വിഷമിപ്പിക്കരുത്. ലാ തുഉസുൽ മുസ്ലിമീന, മുഅ്മിനീങ്ങളെ വിഷമിപ്പിക്കരുത്. എന്നിട്ട് പ്രവാചകൻ തിരുമേനി പറയാണ്, വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ഔറത്തിന്റെ പിറകിൽ നിങ്ങൾ യാത്ര ചെയ്യല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ലാത്തൊരു വാക്കാണ് വലാ തത്തബിഉ ഔറാതിഹിം. എന്നിട്ട് റസൂൽ പറയാണ്, വല്ലവന്റെ ഔറത്തിന്റെ പിറകിൽ സഞ്ചരിച്ചാൽ അള്ളാഹു നമ്മുടെ ഔറത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുമെന്നാണ്. അള്ളാഹ് നമ്മുടെ ഔറത്തിന്റെ പിന്നിൽ സഞ്ചരിച്ചാൽ നമ്മളെ യുഫ്ലിഹുഹു, നമ്മളെ മാനം കെടുത്തുമെന്നാണ്.
അവിടെ എന്താണെന്നോ പ്രിയപ്പെട്ടവരെ, വിശാലമായ അർത്ഥ താല്പര്യമുള്ളൊരു വാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യവശാലും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന വിഷയമാണ്. ഇപ്പൊ ഇത്തരം ചില വിഷയങ്ങളിലൊക്കെ, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുത്തന്റെയും ഔറത്തിന്റെ പിന്നാലെ രഹസ്യങ്ങളുടെ പിറകിൽ യാത്ര ചെയ്യരുത് എന്നാണ് ഈ ആയത്തിന്റെ, ഈ ഹദീസിന്റെ വിശാലമായ അർത്ഥ താല്പര്യം. അതാണ് വലാ തജസ്സസു എന്ന സൂറത്ത് ഹുജറാത്തിലെ ആയത്തുന്നത് തന്നെയാണ്. വലാ തജസ്സസു, ജാസൂസിന്റെ പണിയെടുക്കണ്ട. വലാ തജസ്സസു, ജാസൂസിന്റെ പണിയെടുക്കണ്ട. ഒരാളെയും നമ്മൾ ചികയേണ്ട, ഒരാളുടെയും പിറകിൽ നമ്മൾ യാത്ര ചെയ്യേണ്ട. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ റസൂലുള്ളാഹി പറയാണ്, അല്ലാഹ് നമ്മുടെ പിറകിൽ യാത്ര ചെയ്യാൽ എന്തെല്ലാം ന്യൂനതകളും പാളിച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു നമുക്ക് ഇങ്ങനെ മറച്ചു വെച്ച് നിൽക്കുന്ന മുന്നോട്ട് പോകണോണ്ടല്ലേ നമുക്ക് അനുഗ്രഹീതരാകാൻ പറ്റുന്നത്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹു ഇന്നക തഅലമു ദുനൂബനാ ഫഗ്ഫിർഹാ വതഅലമു ഉയൂബനാ ഫസ്തുർഹാ വതഅലമു ഹാജാതിനാ ഫഖ്ലിഹാ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്, അള്ളാഹ് ഞാൻ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു നിനക്കറിയും, എന്നിൽ എന്തൊക്കെ ന്യൂനതകളുണ്ടോ നിനക്കറിയും, അതൊക്കെ മറച്ചു വെച്ച് തരണേ എന്നാണ്. ഫസ്തുർഹ, എന്റെ മനസ്സിൽ ആഗ്രഹാഭിലാഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം, അത് നീ സാധിപ്പിച്ചു തരണേ എന്നാണ്. വിശ്വാസികളെ, നമ്മൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. അല്ലാഹു റസൂൽ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചൊരു ഹദീസ് കൂടി, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് ഏറ്റവും കരണീയമായത് എന്താണ്? ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കലാണ്. വിശ്വാസികളെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഇലക്ഷന്റെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ആരെയും ഒരാളെയും നോവിക്കാനോ അതുപോലെ തന്നെ ചികയാനോ പോകണ്ട. നമ്മളൊക്കെ ചിലപ്പോ ഏതൊരു വിഷയത്തിലും ബാഹ്യമായ ചില കാര്യങ്ങൾ അനുസരണത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും. അതിന്റെ രഹസ്യങ്ങളും അതിന്റെ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന റഹ്മാനായ റബ്ബാണ്. നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിയുടെ സഹാബി ചോദിച്ച വാക്ക് ഒന്നുകൂടി അടിവരയിടുകയാണ്, മന്നജാത്ത്, ആർക്കാണ് രക്ഷയെന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ നബി പറയാണ്, നിന്റെ നാവിൽ നീ സൂക്ഷിച്ചോ, നിനക്ക് രക്ഷയുണ്ട്. പിന്നെ നബി പറഞ്ഞ രണ്ട് കാര്യം ഇടയിലുണ്ട്, വലിയ സഴക്ക ബൈത്തുക്ക, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ എന്ന്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നിന്റെ സന്തോഷവും നിന്റെ റാഹത്തും നിന്റെ എല്ലാം നിന്റെ വീട്ടിലൂടെ നീ മുന്നോട്ട് കൊണ്ടുപോകണം. അവസാനമായി റസൂലുള്ളാഹി പറയാണ്, നീ നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ തേടുകയും അതോടൊപ്പം തന്നെ കരയുകയും ചെയ്യണമെന്നാണ്. ഒരു വിശ്വാസിയുടെ ഒരു മഹനീയ ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നു, കുറ്റം വന്നു, മനുഷ്യനാണ് വരും, അള്ളാഹ് പുറത്തു കൊണ്ടെന്ന് പറയുകയും ഇസ്തിഗ്ഫാറിനെ തേടുകയും കണ്ണുനീർ പൊഴിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ ആ അടിയൻ അള്ളാഹ് കൃത്യമായി പരിഗണിക്കും. പരലോകത്തോർത്ത് കൊണ്ട് ഒന്ന് ഇടറിയാൽ ആ അടിമക്ക് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ശ്രദ്ധിച്ചോ മുഅ്മിനീങ്ങളെ, സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക, റബ്ബിനോട് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവിലെ വാക്കിലും പ്രവൃത്തിയിലും വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറേ രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വ്യത്യസ്ത രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, ചികിത്സയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിൽ വന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ആയുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് മാറാരോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർ ധാരാളം, ഒട്ടനവധി നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബങ്ങൾ മരണപ്പെട്ടവരുണ്ട്. അള്ളാഹുയുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുയുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ അരികിൽ വന്ന പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകുമാറാകട്ടെ. കൺകുളിർമയുള്ള ഒരു കുടുംബാന്തരീക്ഷം റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين.